ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ 1/2 മണിക്കൂറുള്ളിൽ അനൗൺസ് ചെയ്യുന്നു പറയുന്നു. അപ്പോൾ പെട്ടെന്ന് എല്ലാതും പെട്ടെന്നായിരുന്നു. അതെ, രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച പുരസ്കാരത്തിലോട്ട് എത്തുന്നത് എന്താണ് തോന്നുന്നത്? വളരെ സന്തോഷമാണ്. കാരണം ഞാനൊരു പുതുവ സംവിധായകനാണ്. എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അത് വളരെ ചെറിയ രീതിയിൽ നമ്മുടെ നാട്ടിൽ സെറ്റപ്പ് ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിന് IFFKയിലാണ് ആദ്യം പ്രീമിയർ ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് തൊട്ടേ നമുക്ക് ഇവിടെ അവാർഡുകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നിരവധി അവാർഡുകൾ കിട്ടി. അതിൻ്റെ സ്റ്റേറ്റ് അവാർഡ് 3 അവാർഡുകൾ കിട്ടി. അപ്പോൾ അതിന് ശേഷമാണ് നാഷണൽ അവാർഡ് കിട്ടുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു സിനിമ ചെയ്ത് ആണെന്ന രീതിയിൽ എനിക്ക് അതെല്ലാം ഫുൾഫില്ലായി എന്നുള്ള ഞാൻ വിശ്വസിക്കുന്നത്. പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് നമുക്ക് 3 അവാർഡ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു നാഷണൽ അവാർഡ് കിട്ടണം എന്നുള്ള ആഗ്രഹം വളരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് മുന്നേ വന്ന വാർത്തകളെല്ലാം നമ്മൾ വേറൊന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഉണ്ടാവില്ല എന്നുള്ള ധാരണയിൽ ഇരിക്കുകയായിരുന്നു. ഓ, ഡബിളാണ്. അതെ അതെ, ഞാൻ എൻ്റെ പറഞ്ഞാൽ നമ്മൾ വളരെ ചെറിയ ചെയ്ത സിനിമയാണ്. ആകെ 5 പേരടങ്ങുന്ന ക്രൂ ആണ് സിനിമയിലുണ്ടായിരുന്നത്. അപ്പം കൂടുതൽ ആൾക്കാർ അവിടുത്തെ പൊന്നാലിലുണ്ടായിരുന്ന ആളുകളാണ് അഭിനയിച്ചതും ഒക്കെ ചെയ്തത്. അങ്ങനെ ഒരു സർക്കിൾ ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിന് വലിയ അംഗീകാരങ്ങൾ കിട്ടുന്നു. പിന്നെ എൻ്റെ സുഹൃത്തുക്കളാണ് ഇതിൻ്റെ ബാക്കി ടെക്നീഷ്യന്മാരായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രൊഡ്യൂസറായിട്ട് സുധീഷ് കറിയ, താമർ. അപ്പം എല്ലാവരും ഒരു കൂട്ടായിട്ടുള്ളൊരു സ്ഥലത്ത് അതെ, കഥ ഇതും എഡിറ്റിങ് ഞാനാണ് ചെയ്തത്. ഗ്രാമീണ പശ്ചാത്തലത്തിൽ നിന്ന് അധികം വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്ക് ചർച്ച ചെയ്തിട്ടാണ് വന്നത് ഫെമിനിസം. അതും എപ്പോഴും ആളുകൾ അവതരിപ്പിക്കുന്ന ഒരു രീതിയിൽ നിന്നല്ല, സ്വന്തമായ ഒരു കിടക്ക വാങ്ങുന്ന ആളാണ് ഫാത്തിമ. അങ്ങനെയാണ് അതിൽ ഫെമിനിസം പറഞ്ഞു വെക്കുന്നത്. ആ ഒരു സിനിമയാണ് ഇപ്പോൾ അംഗീകാരം നിറവിൽ നിൽക്കുന്നത്. ഈ ഒരു പ്രമേയം, ഈ ഒരു അവാർഡ് കിട്ടുമ്പോൾ ഈ ഒരു ഫെമിനിസത്തിന്റെ പെർസ്പെക്റ്റീവിൽ എങ്ങനെ നോക്കിക്കാണുന്നത്? അതൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നേരത്തെ മുന്നൊക്കെ പറഞ്ഞ മാതിരി ഞാൻ ആദ്യം ഫെമിനിച്ചി എന്നുള്ള വാക്ക് ഈ പടത്തിന് ടൈറ്റിൽ ഇടാൻ വിടുന്ന സമയത്തോടൊക്കെ എനിക്ക് ഒരുപാട് പേര് പറയുന്നത് അത് അങ്ങനെ അത് നെഗറ്റീവ് വാക്കാണ്, അല്ലെങ്കിൽ അത് ഇടല്ലേ എന്നുള്ളത്. പക്ഷെ ഞാൻ അത് ആ വാക്കിൻ്റെ ഫെമിനിച്ചി എന്നുള്ള വാക്കിനെ എനിക്കത് മാറ്റി ഇപ്പോൾ എല്ലാവരും പ്രൗഡായിട്ട് പറയും ഞാൻ ഫെമിനിച്ചിയാണെന്ന് പറയുന്ന തരത്തിലോട്ട് വാക്കിനെ മാറ്റാൻ പറ്റി എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ ആ കണ്ടൻറ്റ് എന്നും നല്ല കണ്ടൻറ്റുകൾ എപ്പോഴും മലയാള സിനിമകൾ അല്ലെങ്കിൽ എല്ലാം അംഗീകരിക്കപ്പെടും. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ കണ്ടൻറ്റിലാണ് വിശ്വസിച്ചിരുന്നത്. ഞാൻ തയ്യാറാക്കിയ ബെഡിൽ നിന്ന് തുടങ്ങി ഒരു സ്ത്രീയുടെ മുന്നേറ്റമാണ്. അപ്പോൾ അതിനൊരു ഇത് കിട്ടിയെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീണ്ടും ഞാൻ സന്തോഷമാണ്. സ്റ്റേറ്റ് അവാർഡ് അനുസരിച്ച സമയത്ത് നമുക്കുണ്ടായിരുന്നു മികച്ച നടനായിട്ട്. ആ സമയത്ത് നമ്മളെ മികച്ച നടിയായിട്ട് ഷംലായിരുന്നു നമ്മൾ അഭിനയിച്ചത്. ആ സമയത്ത് സ്റ്റേറ്റ് അവാർഡ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് പ്രൗഢ മമ്മൂക്കാൻ്റെ ഒപ്പം ആണല്ലോ, നമുക്ക് ഇവിടെ ഉണ്ടല്ലോ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റേജിൽ നിന്ന് പറഞ്ഞ് ഫാത്തിമനെ കുറിച്ച് അതുമായി സന്തോഷം. ഇപ്പോൾ വീണ്ടും നാഷണൽ അവാർഡ് വന്നപ്പോൾ നമുക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഇരട്ടി സന്തോഷമാണ്.